ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാളൂസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനുണ്ടല്ലോ കട്ടപ്പന വരെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണേ. അത്യാവശ്യം കട്ടപ്പന വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്കൊരു 2-3 സാധനങ്ങൾ കുഞ്ഞു സാധനങ്ങളാണ് എന്തായാലും വാങ്ങിക്കാനുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഷാമ്പു. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു ഉപ്പറയിലില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഷാമ്പൂ കണ്ടീഷണർ, പക്ഷേ കണ്ടീഷണർ എനിക്ക് വലിയ കുപ്പിയിലായതുകൊണ്ടുണ്ട്. ഷാമ്പു കഴിഞ്ഞ് പോയിട്ടുണ്ട്, ഷാമ്പു മേടിക്കണം. പിന്നെ വേറെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വേറെ 1-2 കുട്ടി പർച്ചേസ്. പിന്നെ അതിനെക്കാട്ടി എല്ലാം ഉപരി വേറെ എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം ഒന്ന് അന്വേഷിക്കണം. അതിനും കൂടെ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോയിട്ടൊക്കെ വരാം. പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ എന്തായാലും പോയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ഹാപ്പി വീഡിയോട്ട് പോവാം. ബായോ. അങ്ങനെ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബസ്സിലൊക്കെ കയറി തന്നെ പോവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാലേ കാല് പൊക്കി വെക്കാൻ പോലും പറ്റുന്നില്ല. എന്നു വെച്ചാൽ അത്രയ്ക്ക് നല്ല വേദനയും കാര്യങ്ങളും ഉണ്ട്. ഇവനെ നമുക്ക് എങ്ങനെയും ഒന്ന് മാറ്റിയെടുക്കണ്ടേ. അപ്പം മാറ്റമല്ലേ. പണ്ട് ഞാൻ ഇതിലേക്ക് പൊക്കൊണ്ടിരുന്ന ഈ ബിൽഡിംഗ് ഒന്നും ഇല്ല കേട്ടോ. അതിന് പണിവെക്കുന്ന ബിൽഡിങ്ങാണ്. എൻ്റെ മോനെ മതി. ഒറ്റ ഒരു ഓട്ടോ കിട്ടിയില്ല കേട്ടോ. നടന്ന് ഞാൻ മടുത്തു കണ്ടോ. ഇവിടുന്ന് കുറേ കൂടെ പോകണം കേട്ടോ. ഇനി ഭയങ്കര മാറ്റമായി ഇവിടെയൊക്കെ. ഇഷ്ടംപോലെ നല്ല വീടുകളും ഹോട്ടലുകളും. എൻ്റെ പൊന്നെ, ഞാനൊരു ഇപ്പോൾ ഇതിൽ വന്നിട്ടൊരു എന്നാ പറയുന്നത് 10 വർഷത്തിനടുത്ത് 7-8 വർഷത്തിനടുത്തായി. അടിപൊളി. എൻ്റെ അമ്മ എന്നാ വാങ്ങാൻ വരുന്നത് തുറന്നാ വരുന്നത്, പേടിയാവുന്നു. ഒറ്റ ഓട്ടോ ഇല്ലായിരുന്നു. ഞാനുണ്ടല്ലോ ഇടുക്കിക്കാലെ വന്നിറങ്ങിയിട്ടൊരു ഒറ്റ ഓട്ടോ ഇല്ലതേ. മണ്ടയ്ക്കാൻ നടക്കുക. കാല് തളർന്നു പോകുന്നുണ്ട്. വേദന സംഹാരി കഴിച്ചതാണ്. എന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത്രയും നടന്നപ്പോഴത്തേനും കാല് അനക്കാൻ മെലുന്നായി. കാലിന് വേദനയാ. ആണോ? ഞാൻ നടന്നു വന്ന വഴിക്ക് പ്രായമുള്ള ഒരു അപ്പച്ചനെ കണ്ടേ. അപ്പച്ചൻ ലോട്ടറി വിൽക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ആളെന്നോട് പറയായിരുന്നു, മക്കളെ വണ്ണം കൂടും, നടക്കാതിരിക്കരുത്, നടക്കണം. കാലുവേദന കൂടുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ നടക്കാണ്ടിരിക്കും. അപ്പം നമുക്ക് ഒന്നുകൂടി ഇതാവും. നടക്കണം, ഞാൻ നടക്കും, ഞാൻ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ. അപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു ഓട്ടോ കിട്ടി. എൻ്റെ പൊന്നെ, ശരിക്കും മടുത്തു കേട്ടോ. അപ്പം ഞാൻ വരാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അന്ന് വന്നുകൊണ്ടിരുന്നപ്പോഴേ. ഇപ്പം നല്ല വീട് സെറ്റായിട്ടുണ്ട്. ചാമ്പങ്ങയൊക്കെ നിൽപ്പുണ്ടേ. അപ്പം 2 പറിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ മഴ ചാറുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോയപ്പോൾ മഴയില്ലായിരുന്നു. അതൊരു ദൈവഭാഗ്യമായി. പക്ഷേ അവരുടെ അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയും കാര്യങ്ങളുമായേ. ഇവിടെയൊക്കെ ഈ കെട്ടിടം ഒന്നും ഇല്ലായിരുന്നു ഞാൻ വരുമ്പോഴേ കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ ആയി. അങ്ങേയറ്റത്തൊരു കടയേ ഉള്ളൂ. 7 വർഷം മുമ്പ് ഇവിടെ വരുമ്പോഴല്ല അങ്ങേയറ്റത്തെ ഒരു കടയേ ഉള്ളായിരുന്നേ. വീടൊക്കെ പണിയുന്നേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പം നല്ല വീട് പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. മഴയാണ് ഗീസ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഒരാളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതെന്നാന്നൊക്കെയുള്ളത് വഴിയേ പറയാതെ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളെ. ഇതിനകത്ത് എന്തോ ഫാക്ടറിയോ കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. ഈ ഒരൊറ്റ ഓട്ടോ ഇല്ല. നിന്നിട്ട് ഇവിടെ ഒരു ഓട്ടോ കിടപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രിപ്പോട്ടോ പോകാമായിരിക്കും. കട്ടപ്പന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കുട്ടി ഷോപ്പിംഗ് കൂടെ നടത്തിയേക്കാമെന്ന് വിചാരിച്ച്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഞാനില്ല നടന്നിറങ്ങിപ്പോയപ്പോണ്ടല്ലോ ഗ്ലാസ്സിനകത്തൂടെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. ഒന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കും ഒറിജിനൽ പൂ ഉണക്കുണ്ട് കേട്ടോ. ഒരു കുഞ്ഞിക്കടയാണ്, പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഏതെടുക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. അതെ, നല്ല അടിപൊളി ഭംഗിയുണ്ട് കാണാനായിട്ട്. ആണോ? എനിക്കും കുറെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോ എനിക്കൊരു ഇഷ്ടം തോന്നി. അറിയത്തില്ല. ഞാനെല്ലാം വേറെ കളറാ എടുത്തേ. നല്ല ഭംഗിയുണ്ട്. അതെ, നമുക്ക് തന്നെ കല്ലുകമ്മലുകൾ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിലെ ഇറങ്ങി പോയപ്പോൾ ഞാൻ ചുമ്മാ ഈ വളയം കമ്മലൊക്കെ നല്ല രസം. ഇടുന്ന പിള്ളേർക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. രസമുണ്ട് കേട്ടോ. എന്നാ പറഞ്ഞാലും അപ്പൊ ഇനി നമുക്ക് കുഞ്ഞിക്കടയാ, പക്ഷെ ഉള്ളത് നല്ല സാധനങ്ങൾ, നല്ല സെലക്ഷൻസ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വരുമ്പോ ഇവിടെ ഇതെല്ലാം അതിന്റെ കിടക്കുന്നത്. കളർ ഫെയ്ഡിംഗ് എന്ന് പറയുന്ന വരത്തില്ല, നല്ല ലാസ്റ്റിംഗ് ആണ്. ആണോ? ഇത് നമ്മുടെ ഗോൾഡ് കവറിംഗ് ആണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. ചുവപ്പ് കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാൻ വന്ന് വീണ്ടും ഇഷ്ടത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം വിട്ടിട്ടുള്ള പരിപാടിയില്ല. അപ്പം ഞാൻ നമ്മുടെ
അപ്പോൾ ഞാനിവിടെ ഒരു സാധനം കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ 2-3 മാസമായെന്ന് തോന്നുന്നു അത് മേടിച്ചുകൊണ്ട് പോയിട്ട്. അത് നല്ലതായിരുന്നു, ലൈറ്റ് കളറുമായിരുന്നു, സെറ്റായിരുന്നു. വലുതാണ് കേട്ടോ മോനെ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളി കടയാണ് എന്നാ പറഞ്ഞാലും. അത് വേണ്ട. കുഴപ്പമില്ല. ഇടിക്കുന്നത് കളറാണ് ഞാൻ നോക്കുന്നത്, നല്ല കളറ്. ഇതും ആ സെയിം വിലയായിരുന്നോ? ആണോ? കൂടുതലുണ്ടോ? ആണോ? അങ്ങനെ ഞാൻ എൻ്റെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബസ്സേ വന്ന് കയറി കേട്ടോ. കൃഷ്ണനെ കണ്ടോ എൻ്റെ ഗുരുവായൂരപ്പാ? നല്ല ഭംഗി കാണാനായിട്ട്. അപ്പം ഒരു ബസ് നിറഞ്ഞ് ഫുള്ളാളായി അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ അടുത്ത ബസ്സിൽ ആളില്ലായിരുന്നു കേട്ടോ. സീറ്റൊക്കെ ഇതൊക്കെ താത്തിട്ടിരിക്കുകയാണേ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡ് ഷട്ടറൊക്കെ താത്തിട്ടിട്ടുണ്ട്. എന്തായാലും ഭഗവാനെയൊക്കെ കണ്ടു. ദൈവമേ കാത്തേക്കണേ എന്നൊക്കെ പറഞ്ഞ് പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന പിള്ളേരാട്ടോ. അതെ, എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. മിടുക്കി അല്ല, ഇന്ന് വൈകിട്ടത്തെ നാളെ കഴിഞ്ഞത്തെ. അപ്പം കണ്ടോ, കണ്ടിട്ട് കമൻ്റൊക്കെ ഇട്ടാ. അപ്പം കമൻ്റൊക്കെ ഇട്ടോ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേര്. ഇതെല്ലാം കിട്ടും. അങ്ങനെയൊന്നുമില്ല. ഏറ്റവും സുന്ദരി കറുപ്പിനാണോ? സുന്ദരിയല്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ ഈ വെള്ള ഡ്രസ്സ് ഇട്ട മോൾ ഉപ്പുതറയിലെ ബേക്കറി ജംഗ്ഷനിലും കണ്ട് താമസിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാനതിനെ അങ്ങനെ കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവൾ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്ത് കടയിലൊക്കെ പോകുമ്പോൾ ഒരു സിന്ധുമ്മയുടെ കാര്യം ചോദിക്കുമെന്നോ, ചേട്ടാൻ്റെ അടുത്ത് പോയി ചോദിക്കുമെന്ന് കേട്ടോ. മറ്റേ കൊച്ചു പറയാം, ആൻറ്റി ഇച്ചിരി വെളുപ്പിച്ച് വെച്ചേക്കണേ, ഞാൻ ഈ കറുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആരും നോക്കുന്നില്ല, പിന്നെ ഇച്ചിരി വെളുപ്പിച്ച് വെക്കണം. ഞാൻ പറഞ്ഞു മോളെ ഐഫോണല്ലേ, നമ്മുടെ മുഖത്ത് ഉള്ള കുത്തും പണ്ടും വരെ കിട്ടൂടിയെന്ന്, പുള്ളിയും പണ്ടും വരെ കിട്ടൂടിയെന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. നല്ല കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന ആ പെങ്കൊച്ചും പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് കാണുന്ന കേട്ടോ. അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം, വർഷങ്ങളായിട്ട് കാണുന്നതാണെന്ന് പറഞ്ഞപ്പോഴേ കേട്ടോ. അപ്പോൾ ഉള്ളിനുള്ളിൽ നിറച്ച് സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ പരിചയപ്പെടാനും കാണാനും പറ്റിയത് എനിക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അങ്ങനെ അയ്യപ്പൻകോവിലമ്പലമൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ ചുമ്മാ ഇങ്ങനെ വഴിയൊക്കെ ഒന്ന് എടുത്ത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. മഴ ചാറുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇടയ്ക്ക് എന്നാ പറയുന്നത്, തോർച്ചയുണ്ട്, വെയിൽ ചെറിയൊരു ഇതുമുണ്ട്. അങ്ങനെ ഇതാണ് സ്വരാജ് എന്ന് പറയുന്ന സിറ്റി കേട്ടോ. ഇവിടെ നമ്മുടെ സ്മിതയുടെ സജിയുടെ പെങ്ങളോച്ചിൻ്റെ വീട് ഇവിടെയാണ്. സിന്ധുവും സുനിലും, അവരുടെയും പേര് സിന്ധു സുനിൽ എന്നുവാ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടപ്പോഴേ നല്ലൊരു രസം തോന്നി. ഞാൻ ഏറ്റവും ഫ്രണ്ട് സീറ്റിലല്ലേ ഇരുന്നത്. ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സയൻസ് സ്കൂളാണ് കേട്ടോ. നമ്മുടെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. സയൻസ് സ്കൂൾ എന്നാണ് പേര്. പിന്നെ ഞാനിത് എന്തിനാണ് എടുത്തതെന്നറിയോ, ഇവിടെ ഒരു പായസക്കടയുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. പക്ഷേ അത് കഴിഞ്ഞു പോയോ? ഇല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഷോപ്പിങ്ങിന് വേണ്ടി പോയതല്ല ശരിക്കും, പക്ഷേ ഇത് അതിയായ ഷോപ്പിംഗ് എത്തി കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. എൻ്റെ ഈ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന്. കാര്യമായിട്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കാണിച്ചു തരാം ഞാൻ എന്നൊക്കെയാണ് വാങ്ങിച്ചതന്നെ. ഇത് അനാർക്കലി എന്ന് പറഞ്ഞൊരു കട്ടപ്പനയിലുള്ളൊരു കട കേട്ടോ. അതിന് അതിലെ ഇറങ്ങിപ്പോയപ്പോൾ ആ ഗ്ലാസ്സിനകത്തൂടെ കിടക്കുന്ന കണ്ടപ്പോഴത്തേനും എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് മേടിച്ചതാണ് ഇത്. ഇതെനിക്ക് എന്നാ പറയുന്നത്, കണ്ടോ, ഒന്ന് ഇത് കണ്ടോ, രണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊട്ട് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. എനിക്ക് ഈ ഒരു വലുപ്പത്തിൻ്റെ പൊട്ടാണ്. അയ്യോ ഇത് ചെറുതായി പോയി കേട്ടോ, മാറിപ്പോയി. ഇതിൽ ശകലോടെ വലുതായിരുന്നു ഞാൻ പറഞ്ഞത്, പക്ഷെ മാറിപ്പോയി. പോട്ടെ, സാരമില്ല. പൊട്ട് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ എന്തൊക്കെ വാങ്ങിച്ചതുണ്ടോ. ഇതാണ് നമ്മൾ പെണ്ണുങ്ങൾ കടയിൽ കയറിയാലുള്ള കുഴപ്പം. ഇത് ഗോൾഡൻ കളറാണ്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇത്
അപ്പം 3, പിന്നെ ഒരു പൂവിൻ്റെ കൂടെ മേടിച്ചു. ഇത് 4. ഇത് എന്തിനാ മേടിച്ചെന്ന് വെച്ചാൽ അത് ഈ വിടുതലും കവറിനകത്ത് വെച്ചേക്കാവേ. ഇത് ഞാൻ ഒരു സുന്ദരി പറയാമോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചു കേട്ടോ. എന്തായാലും ഇരിക്കട്ടെ. അപ്പോൾ അത് അത്രയും സാധനം പൊട്ടൻ്റെ ഇത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ മേടിച്ച സാധനം എന്നത് കാണിക്കട്ടെ. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഇഷ്ടത്തിനാണ്. ഇഷ്ടത്തിന് മേടിച്ച സാധനം എന്നാന്ന് പറയാമോ? അയ്യോ മഴ, വെയിലുണ്ടായിരുന്നു സിറ്റ് ഔട്ടിലെ. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഫുഡ് പോലും കഴിക്കാണ്ട് ഡ്രസ്സ് പോലും മാറാണ്ട് ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തിട്ടാട്ടെ ആ വെയിലത്തൊരു ശകല സമയം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെന്നാന്ന് മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടൂർ പോവാന്ന്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഏനാണ്ടും പോകുന്നതോട് നല്ല സുഖമായിട്ട് സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങണം. അതിന് വേണ്ടിയിട്ട് മേടിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേര് കംഫോർട്ട്. കംപ്ലീറ്റ് വേറെ ബ്ലാങ്കറ്റിന് വേറെ നമ്മൾ മേടിച്ചില്ലേ 1000 രൂപ വിലയാണ്. ദിവസം കൂടി ഞാൻ മേടിക്കണമെന്ന് ഓർത്താണ്. പക്ഷേ എനിക്ക് അത് ഇങ്ങോട്ട് പോകാതിരുന്നുകൊണ്ടാണ്. ഇതിനകത്ത് വേറൊരു ഡിസൈനാണ് കേട്ടോ. കാണിക്കണോ? രണ്ടും 2 ഡിസൈനാണ്. ഇതേ കണ്ടോ, അകത്ത് വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഇതെന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ബ്ലാങ്കറ്റ് കൊടുത്തിട്ട് തുമ്മലും ചീറ്റലും ഒന്നും ആക്കണ്ട എന്ന് കരുതിക്കണം. ഇപ്പോൾ ബ്ലാങ്കറ്റ് പോയിക്കുമ്പോൾ തുമ്മലും ചീറ്റലുമാണ്. പിന്നെ അമ്മൂനും വിഷവും അവർ വരുമ്പോൾ കൊച്ചും വരുമ്പോൾ പുറം മേടിച്ച് വെക്കണമെന്ന് ഞാൻ കരുതിയിരുന്നാണ്. അപ്പോൾ അങ്ങനെ അതും മേടിച്ചു. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടേബിൾ ക്ലോത്താണ് കേട്ടോ. നമ്മുടെ 2 മേശ ഉണ്ടല്ലോ റൂമിൽ, 2 റൂമിൽ കിടക്കുന്നത്. അതിന് തേക്കും തടിയുടെ അങ്ങ് ആക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത് മേടിച്ചു. അപ്പോൾ ഇനി ഇതൊക്കെ മേശയിലൊക്കെ ഇതൊക്കെ ഇരിക്കണം. 2 മേശയിൽ മേടിച്ച് സെറ്റാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധനം വെയിലത്തിട്ട് ഒന്ന് ഉണക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. കഴുകേണ്ട കാര്യമില്ല. അതിന് അന്നേരം വെയിലില്ല. അതിനാണ് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറാതെ ഓടി വന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ഇച്ചിരി ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ സത്യത്തിൽ ഞാൻ ഷോപ്പിങ്ങിനായിട്ട് പോയതല്ല വാസ്തവത്തിൽ. വേറൊരു ആവശ്യത്തിന് അത്യാവശ്യം അത്രയും എമർജൻസി ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ്. ചിലർക്ക് വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാൻ എവിടെയാണ് പോയത്, എന്തിനാണ് പോയതെന്നൊക്കെ ഉള്ളത്. എന്തായാലും എന്തിനാണ് പോയതെന്നൊക്കെ ഉള്ളത് അടുത്തൊരു വീഡിയോയ്ക്കകത്ത് പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നേണ്ട ഇവനെയൊക്കെ വിരിക്കണം. ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടേ ഈ തുണി മാറ്റിയിട്ട് നമുക്ക് ഇവനെ വിരിച്ചു കൊടുക്കാം. കണ്ടോ, ഇത് വിരിക്കുമ്പോൾ ഒരു വൃത്തിയായിരിക്കും. അപ്പം 2 എന്തെങ്കിലും വിരിക്കണം. പക്ഷേ ഒരു ഭയങ്കര മടുപ്പ്. ഇന്ന് ഈ റൂം ഇങ്ങനെ അടച്ച് തന്നെ ഇട്ടേക്കുമല്ലായിരുന്നു. അപ്പോൾ അതാണോ എന്നറിയത്തില്ല, പെയിൻറ്റിൻ്റെയോ ഭയങ്കര ഒരു മണവോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്നിട്ട് വന്ന് കയറിയിട്ട് ഭയങ്കര തുമ്മൽ. ഞാൻ വന്ന് ഇച്ചിരി എഴുതാൻ സ്മിത വന്നേ, തുമ്മി ഇതെന്നാ എൻ്റെ ആൻറ്റി എന്ന് ചോദിച്ചുകൊണ്ട് സ്മിത. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല തുമ്മൽ. പെരയ്ക്ക് അത് അടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് നിന്നൊന്നും ചെയ്യുന്നില്ല. ചേട്ടായി വന്നിട്ടൊന്നെങ്കിൽ വിരിക്കാം. ഇതെല്ലാം നാളെ രാവിലെ നമുക്ക് ജനലൊക്കെ തുറന്നിട്ടിട്ട് വിരിക്കാം കേട്ടോ. എനിക്കുണ്ടല്ലോ ഞാൻ കടപ്പനയ്ക്ക് പോട്ട് അതല്ല സംഭവം. വണ്ടി ഒരു സാധനം മേടിക്കാനങ്ങാണ്ട് പോവാം കേട്ടോ. ഹൈ റേഞ്ചിൽ പോയിട്ട് വന്നൊക്കെ പറയുന്നു. ഹൈ റേഞ്ചിൽ നിന്നാണ് ഒരു ഓഫറുള്ളപ്പോൾ പോയി സാധനം മേടിക്കുന്നത്. എനിക്ക് പോയിട്ട് വന്ന് അയ്യോ നോക്കി അമ്പിളിയമ്മാനെ ഞാൻ വിളക്ക് എത്തിച്ചിട്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അമ്പിളിയമ്മ നന്നായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേനും ഞാൻ വന്നത്. പക്ഷേ ഇപ്പം മൂടിപ്പോയി കേട്ടോ. മഴക്കാറ് വന്നപ്പോഴത്തേക്കും എനിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഭയങ്കര ഒരു ക്ഷീണം, തളർച്ച ഓണക്ക് ഇങ്ങനെ എന്നാന്ന് എനിക്കറിയത്തില്ല, അതേപോലൊരു ക്ഷീണം. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, പെട്ടെന്നൊന്ന് കുളിയും പരിപാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടേ കയറി കിടന്നു കേട്ടോ. ഇച്ചിരി നേരം എനിക്ക് പറ്റുന്നുണ്ടായില്ല. അയ്യോ എവിടെയെങ്കിലും പോയാലേ എനിക്ക് നേരത്തെയൊക്കെ യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ പറ്റുന്നില്ല. കാലിൻ്റെ ആ ഒരു പ്രശ്നവും വേദനയുണ്ട്. അതുകൂടാണ്ട് ശരീരത്തിനും ഒരു ക്ഷീണം പോലെ, ഭയങ്കര ഒരു ക്ഷീണം. ഞാൻ സത്യത്തിൽ ഉപ്പറ വന്ന് ഇറങ്ങിയിട്ട് പാലത്തിനോട് വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചാണ് പോകുന്നതൊക്കെ കേട്ടോ. ഓട്ടോയെ ഇവിടെ വന്നാണ് ഇറങ്ങിയത്. എനിക്ക് ഉണ്ടോ വെട്ടത്തിൻ്റെ ഇത് ഞാൻ ഈ വലുതാക്കുമ്പോഴത്തേക്കും വെട്ടത്തിന് കൂടുതൽ വരുന്നു. ഓട്ടോയ്ക്കൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പടി ഒരു മടുപ്പ് ക്ഷീണം. അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി ചേട്ടായി വരാൻ വേണ്ടിയിട്ട് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫുഡ് അടിക്കാൻ പരിപാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി ചേട്ടായി വരിക, ചേട്ടായിക്ക് ഫുഡ് കൊടുക്കുക, എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങുക. അങ്ങനെ ഇന്നത്തെ ഒരു കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നെ തരത്തില്ല, വന്ന് കയറിയപ്പോൾ മുതൽ തുമ്മല. ഈ പെയിൻറ്റിൻ്റെ മണം അടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇത്ര നേരം പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, വന്ന് കയറിയപ്പോഴത്തേനും തുമ്മലായി. ഇനി ഞാൻ പെട്ടെന്ന്
അലർജിയുടെ മരുന്ന് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പം അലർജിയുടെ മരുന്നൊക്കെ കഴിച്ചു. എന്നെങ്കിലും വേണമല്ലോ അല്ലേ നമുക്ക് കൂടപ്പുറപ്പായിട്ട്. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് ആകെപ്പാടെ ഉള്ള 2 മെയിൻ പ്രശ്നങ്ങൾ ഈ അലർജിയും നടുവിന് പ്രശ്നത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാക്കും. അതൊക്കെ വഴിയെ നിൽക്കും, മനസ്സിലാകും കേട്ടോ. എന്തായാലും നമുക്ക് പിന്നെ പറഞ്ഞല്ലേ, ഇതിങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ കിടക്കാനാണ് ചാൻസ്. പൂർണ്ണമായിട്ട് മാറിക്കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലാവല്ലോട് ഇടിച്ചു പിടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.